ഇതെന്റെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളുടെയൊക്കെ വെയിറ്റ് നോക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിജിറ്റൽ ത്രാസാണ്. കുറച്ച് നാളായിട്ട് ഇതിന്റെ ബാറ്ററി പോയിട്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ലായിരുന്നു. ഈ ത്രാസിന്റെ ബാറ്ററി നമുക്ക് തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കിയാലോ? ഈ മോഡൽ ത്രാസൊക്കെയാണെങ്കിൽ നേരെ തിരിച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ അടിയിലായിട്ടൊരു 4 സ്ക്രൂ ഉണ്ട്. അത് 4 ലൂസ് ചെയ്തെടുക്കണം. നമ്മൾ സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കണം ഇതുപോലത്തെ ത്രാസൊക്കെ ആണെങ്കിൽ ലൈസൻസ് ഒക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ സീൽ ചെയ്തേക്കെ ആയിരിക്കും. അതപ്പോൾ സർവീസ് ചെയ്യണോടത്ത് കൊടുത്ത് മാത്രമാണ് ചെയ്യാവുള്ളൂ. അപ്പോൾ അടിയിലത്തെ 4 സ്ക്രൂവും ലൂസ് ചെയ്തിടണം. ഇനി പയ്യെ നമുക്കത് അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ബാറ്ററിൻ്റെ അകത്ത് അഴിച്ചെടുക്കാം. ബാറ്ററി ഒരു സി പോലത്തെ ഒരു ക്ലാമ്പ് വെച്ചാണ് സ്ക്രൂ ചെയ്തിരിക്കണം. അപ്പോൾ 2 സൈഡിലുള്ള സ്ക്രൂ അഴിച്ച ശേഷം നമുക്ക് പയ്യെ ക്ലാമ്പ് ഊരിയിട്ട് ബാറ്ററി ഊരിയെടുക്കാം. ഈ ത്രാസിലാണ് ഈ ബാറ്ററിയിലേക്ക് വയർ കണക്ട് ചെയ്തേക്കണ ക്ലിപ്പ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് നമുക്ക് സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഊരിയെടുക്കാനും അതുപോലെ പിടിപ്പിക്കാനും പറ്റും. ഈ ത്രാസിൽ വരുന്നത് 6 വോൾട്ട് 5Ah ബാറ്ററിയാണ്. ഈ 6 വോൾട്ട് 5Ah ബാറ്ററിയൊക്കെ ഞാൻ ഷോപ്പിൽ വാങ്ങാൻ ചെന്നപ്പോൾ 300 രൂപയ്ക്കായിരുന്നു റേറ്റ്. അതിൽ പഴയ ബാറ്ററി മാറ്റിയ ശേഷം നമുക്ക് പുതിയ ബാറ്ററി അതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ തന്നെ കൊടുക്കണം. പോസിറ്റീവ് വരുന്നത് റെഡ് വയറും ബ്ലാക്ക് വരുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ ബാറ്ററിയിലേക്ക് കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് ബാറ്ററി ഉറപ്പിക്കാൻ വേണ്ടി ക്ലാമ്പ് വെച്ച് സ്ക്രൂ ചെയ്തെടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ത്രാസിന്റെ മുന്നിലും പുറയിലും ഡിസ്പ്ലേ ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിന്റെ ബോർഡിൽ നിന്ന് ബാക്കിലത്തെ ഡിസ്പ്ലേയിലേക്ക് പോകണ വീതി കൂടിയൊരു വയറുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററിയൊക്കെ വെച്ച് മുറുക്കുമ്പോൾ അതൊന്നും ഇടയ്ക്ക് പോകാതെ ശ്രദ്ധിച്ച് വേണം മുറുക്കാൻ. എല്ലാം കറക്റ്റായിട്ട് വെച്ച ശേഷം അടിയിലുള്ള 4 സ്ക്രൂകളും വെച്ച് ടൈറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ത്രാസിൻ്റെയൊക്കെ ബാറ്ററി പോയിരിക്കുകയാണെങ്കിൽ നമുക്കൊരു 300 രൂപ ചിലവിൽ ഇതുപോലെ വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 4 സ്ക്രൂകളും ടൈറ്റ് ചെയ്ത ശേഷം കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്തപ്പോൾ തന്നെ ചാർജിങ്ങിൻ്റെ ലൈറ്റ് തെളിയുന്നുണ്ട്. ഇനി നമ്മുടെ ത്രാസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പോൾ തന്നെ ഡിസ്പ്ലേ എല്ലാം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റൊക്കെ വെച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.